ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ അനാലിസിസ് എന്ന് പറയാൻ വളരെ ഒരുപാട് അനാലിസിസ് ഇല്ല, സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ടാരിഫ് വന്നതിന് ശേഷം മാർക്കറ്റ് കൺഫ്യൂസ്ഡ് ആണ്, എങ്ങോട്ട് പോകണം എന്നുള്ളത് അറിയില്ല. മാർക്കറ്റ് സ്ലൈറ്റ്ലി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 24,675, അതായത് നമ്മുടെ 600-660 റേഞ്ചിൻ്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് ഉദ്ദേശിക്കാം. സോ എന്നെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒരു സെക്കൻഡ്, ഓക്കെ, നമ്മുടെ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിലായിരിക്കാം, നമ്മുടെ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലായിരിക്കാം. ചാർട്ട് കുറച്ചുകൂടെ ചെറുതാക്കി തരാം. ഓക്കെ, നമ്മൾ വീഴുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ഉണ്ടായിരുന്നു. സോ 24,500 ആണ് ആ ഒരു സപ്പോർട്ട്. ഇന്നലെ പറഞ്ഞത് ഓർമ്മയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് നമ്മൾ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 24,800 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു PE സൈഡിലേക്ക് ഒരു ട്രേഡ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഇന്നലെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാനും പൊസിഷൻ എടുത്തിരുന്നു. ഓൾമോസ്റ്റ് 2 ബ്രോക്കറിലും ഞാൻ 2 സ്ഥലങ്ങളിലായിട്ട് ഈ 2 ഫോളിൻ്റെ ഇടയിൽ ഇവിടേക്കോ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആസ് എ സ്കാൽപ്പർ നല്ലൊരു ദിവസമായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ വളരെ ഹാപ്പിലി എക്സ്പയറി ക്ലോസ് ചെയ്യാൻ പറ്റി. സോ ഇന്നലത്തെ ഐഡിയ ഷെയർ ചെയ്തത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്നലെ നല്ല ട്രേഡ്സ് കിട്ടുമായിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, 880 ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ അതിനകത്ത് ആദ്യത്തെ ഒരു ട്രേഡ് ട്രിഗർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലേക്ക് പോയാൽ ആദ്യത്തെ ക്യാൻഡലിൽ തന്നെ വളരെ നല്ലൊരു ട്രേഡ് കിട്ടിയിരുന്നു. പിന്നീട് ഇതൊരു ബെയറിഷ് ഫ്ലാഗ്, ദാറ്റ് മീൻസ് ഇതൊരു പോസ്റ്റ് ഐറ്റം ഓക്കെ, ഇങ്ങനെ ഒരു പോസ്റ്റായിട്ടും ഓക്കെ, ഇതിൻ്റെ ഒരു ഫ്ലാഗായിട്ടും വർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഫ്ലാഗ് ബ്രേക്ക് ചെയ്യപ്പെട്ട് ഈ ഒരു ക്യാൻഡലിലാണ് ഞാൻ ഇന്നലെ ഷോർട്ട് ചെയ്തത്. ഇതിൽ കൂടുതൽ ഞാൻ വീണ്ടും പൊസിഷൻസ് ആഡ് ചെയ്തു. ഈ ഒരു പൊസിഷനിൽ ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ചാർട്ട് കണ്ടാൽ, കൺട്രോൾ ചെയ്തിട്ട് ഓക്കെ, ഇപ്പോൾ ഇത് കണ്ടാൽ അറിയാം, ഇത് ഒന്ന് ബ്രേക്ക് ചെയ്യുന്ന അത്യാവശ്യം ഈ ഒരു ഏരിയയിൽ നിന്ന് വീഴുന്ന ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ ഇതായിരുന്നു. സോ അതിൽ ഷോർട്ട് ചെയ്യാനുള്ളൊരു വാലിഡ് റീസൺ ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്ത് വീണ്ടും കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ മേളിലേക്ക് പുള്ള് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ബ്രേക്ക് ഔട്ട് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ ലോ, അതായത് എവിടെ നിന്നാണോ ബൗൺസ് ചെയ്യാൻ ശ്രദ്ധിച്ചത്, ഈ ബൗൺസിൻ്റെ ലോ ബ്രേക്ക് ചെയ്യപ്പെട്ടു. ഈ ബ്രേക്ക് ചെയ്തതോടുകൂടി ഈ ക്യാൻഡിലിന് ഡബിൾ സ്ട്രെങ്ത് വന്നു. സോ ട്രേഡ് ചെയ്യുന്നതിന് ഒരു ലോജിക്ക് ഉണ്ട്. ഈ ലോജിക്ക് എത്ര നല്ല ലോജിക്ക് ഉണ്ടെങ്കിലും ചില സമയം നമുക്ക് SL ഹിറ്റ് ചെയ്യും. അക്സെപ്റ്റ് ചെയ്യുക, സിമ്പിൾ. നമ്മുടെ മാർക്കറ്റിനെ നമ്മളെല്ലാം മനസ്സിലാക്കിയാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കരുത്. മാർക്കറ്റ് എത്ര നമ്മൾ കറക്റ്റായിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിച്ചാലും ചില സമയങ്ങളിൽ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. അതുകൊണ്ടാണ് അതിനെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുക. അപ്പോൾ അവിടെ SL കീപ്പ് ചെയ്തിട്ട് മാറിക്കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്നലെ നല്ല മാർക്കറ്റായിരുന്നു. ഫസ്റ്റ് ക്യാൻഡിലെ ട്രേഡ് എനിക്ക് പേഴ്സണലി മിസ്സായി. ഞാൻ സ്ക്രീനിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ വന്ന ഒരു ഫോളിന് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്തു. അത്യാവശ്യം രണ്ടാമത്തെ ഫോളും ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്, നല്ലൊരു ട്രേഡ്. അപ്പോൾ ഇന്ന് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റ് ഈ ഒരു ലെവലിന് മുകളിൽ, അതായത് ഇവിടെ ഒരു ഡബിൾ ബോട്ടത്തിനുള്ള ഒരു പ്രോബബിലിറ്റി സെറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയ 670 ആണ് കാണിക്കുന്നത്. ഇവിടെയാണ് കാണിക്കുന്നത്. ഏതിൽ? നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ. സോ ഇതിന് താഴേക്ക് പോകാണ്ടിരിക്കുമോ, ഇതിന് മേളിലേക്ക് വന്ന് കയറുമോ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. സോ 24,600 എന്നുള്ളത് തൽക്കാലം വിടാം, 660 എന്നുള്ളത് വിടാം. ഒരു 670, 680 നമുക്കിവിടെ ഇന്നത്തെ ലെവൽ കീപ്പ് ചെയ്യാം. താഴേക്കാണെങ്കിലോ 600 നമുക്ക് കീപ്പ് ചെയ്യാം, എന്നാലും ഒരു 580 വരെ നമുക്കിവിടെ ഈ ഒരു ഏരിയ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെയോ ഈ ഏരിയയ്ക്ക് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മേളിലോട്ടുള്ളൊരു ട്രെൻഡ് അപ് ടു 24,800. ഇതിൻ്റെ താഴേക്കാണെങ്കിൽ ഇന്നലത്തെ ഡേയിലോ 480 റേഞ്ച്
ഹിറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ ഇതായിരിക്കും എൻ്റെ പേഴ്സണൽ കോൺസെപ്റ്റ്. എന്നാലും ഞാൻ ഇന്ന് ട്രേഡ് ചെയ്യുന്നില്ല. ഇന്നലെ അത്യാവശ്യം ഇന്നും ട്രേഡ് ചെയ്യാനുള്ള പ്രോഫിറ്റും ചേർത്ത് ഇന്നലെ തന്നെ എടുത്തിട്ടുണ്ട്. സോ ഒരു ദിവസം ഓഫ് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു അപ്പോയിൻമെൻറ്റ് കൂടെ എടുത്തിട്ടുണ്ട്. സോ മെഡിക്കൽ അപ്പോയിൻമെൻറ്റ് അറ്റൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. സോ ഇതെടുക്കുന്നില്ല, അത്രയേ ഉള്ളൂ. സോ മാർക്കറ്റ് ബൗൺസ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. ആസ് പെർ ഗിഫ്റ്റ് നിഫ്റ്റി, ഞാനല്ല പറയുന്നത്, ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് വെച്ചിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ്. സോ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയ്ക്ക് മുകളിൽ മാർക്കറ്റ് മുകളിലേക്ക് കയറാനുള്ള ഒരു സാധ്യതയും, മാർക്കറ്റിൻ്റെ ലോ ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയ്ക്ക് താഴേക്ക് പോയിക്കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ ലെവൽസ് എന്ന് പറയുന്നത് 24,500, അതായത് ഈ ഇരിക്കുന്ന ബോക്സ് 24,500, താഴെ 24,400 440 റേഞ്ചിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഏതാണ്ട് ഈ ഒരു ഏരിയ എന്ന് വയ്ക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലെവല്. താഴേക്ക് 350 ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. സോ 400-നും 350-ൻ്റെ ഇടയിലൊരു മാക്സിമം പോയാൽ ഈ ഒരു ഏരിയയിലൊരു റെസിസ്റ്റൻസ് എടുക്കാനാണ് സാധ്യത. അപ്പോൾ തിരിച്ച് നമ്മൾ കയറി വരുവാണെങ്കിൽ 600-ൻ്റെ മേളിൽ ഇല്ല, 660-ക്ക് മേളിൽ വരെ ട്രേഡ് എടുക്കാൻ നിൽക്കേണ്ട. അതിനുശേഷം 720 730 മുന്നേ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് മുന്നേ, ഒരുപാട് മുന്നേ, ഈ ഒരു ഏരിയ ഐ തിങ്ക് ഇവിടെ ആണെന്നാണ്. ഓക്കെ, ഈ ഒരു ഏരിയയിലാണ് നേരത്തെ റെസിസ്റ്റൻസ്, ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നത്. സോ ഈ ഒരു ഏരിയ നോക്കാം. ഇതിന് ശേഷം 800, സോ 720 റേഞ്ചിലൊരു ചെറിയൊരു റെസിസ്റ്റൻസ് വരാറുണ്ട്. 800 അതിൻ്റെ റെസിസ്റ്റൻസ്, 880, ഈ 3 ലെവൽസാണ് മുകളിലേക്ക് നോക്കാറുള്ളത്. സോ ഇതാണ് ഇന്നത്തെ അനാലിസിസ് എന്ന് പറയുന്നത്. ക്രൂഡ് ഓയിൽ ആക്ച്വലി ഇന്നലെ ഒരു ചെറിയൊരു ലോട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ ലെവൽ ബ്രേക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു. വളരെ കുഞ്ഞൊരു ലോട്ട്, ഒറ്റ ലോട്ട്. കാരണം ഓൾറെഡി നല്ല പൊസിഷനിലായിരുന്നു ബാക്കി 2 ബ്രോക്കറും എൻഡ് ചെയ്തത്. അപ്പോൾ ഈ ഒരു എണ്ണത്തിൽ ഒരു റിസ്ക് എടുക്കുന്നുണ്ട്, തെറ്റില്ല എന്ന് വിചാരിച്ചു. ബയ്യിങ് പ്രൈസിൽ നിന്ന് ഒരു 4-5 പോയിൻറ്റിൻ്റെ ഡിഫറൻസിൽ എനിക്ക് SL കീപ്പ് ചെയ്യേണ്ടി വന്നു. ആ SL പെട്ടെന്ന് വന്ന് ഹിറ്റ് ചെയ്തു. ലാഭവും നഷ്ടവും അങ്ങനെ ഇല്ലാണ്ട് നിന്നിട്ട് പെട്ടെന്ന് മേളിലോട്ട് വന്നപ്പോഴേക്കും ഞാൻ ആ പൊസിഷൻ ഒഴിവാക്കി. ആക്ച്വലി അത് നന്നായി, കാരണം ഇത് തിരിച്ച് ഈ വളരെ ഹൈയിലേക്ക് പെട്ടെന്ന് ഒരു 2 ക്യാൻഡിൽ കൊണ്ട് പോയി. സോ ഇപ്പോൾ വീണ്ടും ഒരു സൈഡ് വൈസ് ഏരിയയിലേക്ക് നമ്മൾ വന്ന് നിൽപ്പുണ്ട്. 600-നും 644-ൻ്റെ ഇടയിലുള്ള ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. ഞാൻ 600 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് എന്നുള്ളത് ക്യാപ്പ് ചെയ്തിരുന്നത് കൊണ്ട് ഇന്നലെ ഒരു പ്രശ്നമില്ലാണ്ട് ആ ഒരു ട്രേഡ് എക്സിറ്റ് ചെയ്തിട്ട് മാറാൻ പറ്റി. സൈഡിൽ പോയില്ല, സൈഡിലത്തേക്ക് ആയിട്ടില്ല. മാർക്കറ്റ് ഇനി സൈഡിലേക്ക് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഒരു W അടിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ 44-ൻ്റെ മേളിൽ, ഈ വരച്ചിരിക്കുന്ന 44-ൻ്റെ മേളിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ വരണം മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സോ 688 അടുത്ത ലെവൽസാണ്. 688, 712, 14 ലെവൽസ് അടുത്ത മേളിലേക്കുണ്ട്. താഴേക്കാണ് എന്നുണ്ടെങ്കിൽ 600-ന് താഴെ, 596-ൻ്റെ താഴെ ഒരു ലെവലുണ്ട്. അത് നമുക്ക് താഴേക്ക് തരുന്നത് 60, 64, 56 വരെയൊക്കെ ഇതിൻ്റെ അടുത്ത ലെവൽസ് ഉണ്ട്. താഴെ 55, 44 റേഞ്ചസും അടുത്ത ലെവൽസ് കിടപ്പുണ്ട്. സോ ഇതായിരിക്കും ഇതിൻ്റെ ലെവൽസ് എന്ന് പറയുക. സോ ഇത്രയാണ് എൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. നന്നായിട്ട് ട്രേഡ് ചെയ്യുക. ഇന്ന് വോളറ്റൈലിറ്റി ഇച്ചിരി കുറവായിരിക്കും, പകരം മാർക്കറ്റ് ഒന്ന് സ്റ്റേബിളായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. സോ ട്രേഡ് സേഫ്. 2 സ്റ്റോക്കിനെ കുറിച്ച് ഗ്രൂപ്പിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പിനകത്തല്ല, ഏതോ ഒരു യൂട്യൂബ് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഐനോക്സ് വിൻഡും സീലും, ഐ തിങ്ക് ഈ 2 സ്റ്റോക്കാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഐനോക്സ് വിൻഡിൻ്റെ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇല്ല, അത് സപ്പോർട്ടിലാണ്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത നിങ്ങൾക്കിത് ചാർട്ട് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ. ഈ ഒരു ക്യാൻഡിലാണ് ഞാൻ ആദ്യം ക്യാച്ച് ചെയ്യുക. ഇതൊരു ഡിസൈൻ ട്രയാങ്കിളാണ്. സോ ലുക്കിംഗ് മിക്സഡ്, ബയറും സെല്ലറും അവിടെ ശ്രമിക്കുന്നുണ്ട്. ഇല്ല, അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും വന്നിട്ടില്ല. 144-ന് മേളിൽ ഒന്ന് കയറി വന്നാൽ, 148-ന് മേളിൽ കയറി വന്നാൽ ചിലപ്പോൾ ഇതിന്ന് റിവേഴ്സൽ അടിക്കാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് ഇതിൻ്റെ ട്രെൻഡ് കുറച്ചുകൂടെ ഷാർപ്പാണ്. സോ ചിലപ്പോൾ ഒരു റിവേഴ്സൽ അടിച്ചേക്കാം, ഇല്ലെങ്കിൽ ഇതിൻ്റെ ബോട്ടം ബ്രേക്ക് ചെയ്യാനാണ് സാധ്യത. സോ ഇതാണ് ഐനോക്സ് വിൻഡ്. ലിറ്ററലി അതിനകത്ത് പുതിയൊരു പൊസിഷൻ ഒന്നുമില്ല, വെയിറ്റ് ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ സീല് ഞാൻ ലൈഫിൽ ഏറ്റവും സേഫായിട്ട് എക്സിറ്റ് ചെയ്ത ഒരു സ്റ്റോക്കും കൂടാണ് സീൽ എന്ന് പറയുന്നത്.
സിയിൽ 360 ഞാനൊരിക്കൽ എക്സിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ആ 360 ഇതിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് തോന്നുന്നു. യെസ്, ഓൾമോസ്റ്റ് 378 ഇത് ഓൾമോസ്റ്റ് ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ 220 മേടിച്ച് 360 എക്സിറ്റ് ചെയ്യാൻ പറ്റി. 360 എക്സിറ്റ് ചെയ്തെന്ന് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ സ്റ്റോക്ക് ഒരൊറ്റ ഫോളായിരുന്നു. ഓക്കെ, ഇത് ഇപ്പോൾ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സീലിൻ്റെ ചാർട്ടിൽ നോക്കിയാൽ ഓക്കെ, ഈ ഒരു ഏരിയ ഓക്കെ, ഈ ഒരു ഏരിയ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെയും ലോ പോയിട്ടുണ്ടായിരുന്നു. ഇത് തിരിച്ച് വന്ന് ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്തൊരു ട്രേഡ് ഉണ്ടെങ്കിൽ ഈ ഒരു ഏരിയയ്ക്ക് മാത്രമേ ട്രേഡുള്ളൂ. 164 മാത്രമേ ട്രേഡുള്ളൂ. ഇതിനകത്ത് പ്രത്യേകിച്ച് ട്രേഡ് എടുക്കരുത്. ബിക്കോസ് ഇതൊരു സിമെട്രിക് ട്രയാങ്കിൾ ഇപ്പോൾ കീപ്പ് ചെയ്ത് നിൽക്കുകയാണ്. ഇതിനകത്ത് ട്രേഡ് എടുക്കുന്ന അത്ര നല്ലൊരു പരിപാടിയല്ല. അപ്പോൾ ഇതിനകത്ത് വലിയ ബയേഴ്സും കാര്യമായിട്ട് വന്നിട്ടില്ല, സെല്ലേഴ്സും കാര്യമായിട്ടില്ല. സോ ഈ ഒരു പൊസിഷനും കൺഫ്യൂസ്ഡ് ആണ്. ഒരിക്കലും ഇതിനകത്തൊരു പൊസിഷനും ഹോൾഡ് ചെയ്യരുത്. ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഈ ഒരു മൊമെൻറ്റിൽ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പുതിയ പൊസിഷൻസ് ഒന്നും എടുക്കാനില്ല. ഇതാണ് ഈ രണ്ട് സ്റ്റോക്കിൻ്റെ അനാലിസിസ്. സോ 11 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ അനാലിസിസ് ഇത്രയേ ഉള്ളൂ. ട്രേഡ് സേഫ്, ടേക്ക് കെയർ.